ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാറ്ററിംഗ് തൊഴിലാളിയുടെ മൊബൈൽ ഫോൺ കവർന്ന കേസിൽ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളം ചിറമനങ്ങാട് ഇളയത്തുപറമ്പിൽ 49-കാരനായ ഷറഫുദ്ദീനാണ് പിടിയിലായത്. നില കാറ്ററിംഗ് സ്ഥാപനത്തിലെ ജീവനക്കാരനായ നിലമ്പൂർ സ്വദേശി രായന്റെ ഐഫോൺ കവർന്ന കേസിലാണ് അറസ്റ്റ്. പാലക്കാട്, തൃശൂർ, ആലുവ, പെരുമ്പാവൂർ, കുന്നംകുളം, ചാലിശ്ശേരി സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ ഇയാൾക്കെതിരെ 15 കേസുകളുണ്ടെന്നും പോലീസ് കണ്ടെത്തി. ചാലിശ്ശേരിയിൽ 2019 നടന്ന വധശ്രമ കേസിൽ പിടികിട്ടാപ്പുള്ളിയായി കോടതി ഉത്തരവിട്ടയാൾ കൂടിയാണ് ഷറഫുദ്ദീൻ എന്ന് പോലീസ് പറഞ്ഞു. നവംബർ 24-ന് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ചാർജ് ചെയ്യാൻ വെച്ചിരുന്ന മൊബൈൽ ഫോൺ ഷറഫുദ്ദീൻ കവരുകയായിരുന്നു. കോയമ്പത്തൂരിൽ കാറ്ററിംഗ് ജോലി കഴിഞ്ഞെത്തിയ രായൻ മൊബൈൽ പ്ലാറ്റ്ഫോമിൽ ചാർജ് ചെയ്യാൻ വെച്ചപ്പോഴാണ് സംഭവം. പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്ലാറ്റ്ഫോമുകളിലെ CCTV പരിശോധിച്ച് ഷറഫുദ്ദീനെ കണ്ടെത്തുകയായിരുന്നു. തീവണ്ടികളിൽ യാത്ര ചെയ്ത മൊബൈലുകൾ ഉൾപ്പെടെയുള്ളവ കവർന്ന് അയൽ സംസ്ഥാന തൊഴിലാളികൾക്ക് വിൽപ്പന നടത്തുകയാണ് ഇയാളുടെ രീതി. മൊബൈൽ ഫോൺ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലാവുകയായിരുന്നു. SI അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിൽ ASI സുരേഷ്, SCPOമാരായ മജീദ്, ലിജു എന്നിവരാണ് ഷറഫുദ്ദീനെ പിടികൂടിയത്. ഐഫോൺ നഷ്ടപ്പെട്ടതായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായി. ആ കേസിന്റെ അന്വേഷണത്തിൽ നിന്നും ഒരു ഷറഫുദ്ദീൻ ചെറുമാനങ്ങളുടെ കുന്നോളം ലിമിറ്റിലുള്ള ചെറുമാനങ്ങളുടെ ഉള്ള ഒരു ഷറഫുദ്ദീനാണ് ഇതെടുത്തതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിനെ നമുക്ക് ഇവിടെ പിടിക്കാൻ സാധിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ കാറ്റഗറി എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ മൊത്തം അയാൾക്ക് 15ഓളം കേസുകളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ടുള്ളത്. അതായത് ആലുവ, പെരുമ്പാവൂര്, തൃശ്ശൂർ ഈസ്റ്റ്, എരുമപ്പെട്ടി, വടക്കാഞ്ചേരി, ചാലിശ്ശേരി, പാലക്കാട് ടൗൺ സൗത്ത്, അങ്ങനെ പല സ്ഥലത്തും അദ്ദേഹത്തിന് 10ഓളം കളവ് കേസുകളും വധശ്രമ കേസുകളും എല്ലാം ഉൾപ്പെട്ട ഒരു പ്രതിയാണ്. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ 2019 ഒരു വധശ്രമ കേസിൽ ഇപ്പോൾ കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച ആളാണ്. ഡോട്ട് വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.